പത്തനംതിട്ട മൈലപ്രയിൽ നടന്നത് ആസൂത്രിത കൊലപാതകം. മോഷണത്തിന്റെ ഭാഗമായി നടത്തിയ കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി പോലീസും വ്യക്തമാക്കി. കഴുത്ത് മുറുക്കിയതിൻ്റെ സിംറ്റംസ് ആണ് എക്സ്റ്റേണലി കാണുന്നത്. 2 കൈലി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ഷർട്ടും ഉണ്ട്. മൽപ്പിടുത്തം വേറെ ശരീരത്ത് മുറിവുകളായിട്ട് കാണുന്നില്ല. അതിന് പോസ്റ്റ്മോർട്ടത്തിൽ ക്ലിയർ ആയിട്ട് അതിനകത്തൊരു ഒപ്പീനിയൻ കിട്ടത്തുള്ളൂ. കൈകാലുകൾ ബന്ധിച്ച് വായിൽ തുണി തിരികെ കയറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. സാധനങ്ങൾ ഞാൻ ക്രമീകരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ വൈകിട്ട് മോൻ അവന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പച്ചനെ കെട്ടിയിട്ടേക്കുന്നു, കടയ്ക്കകത്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞു. വയോധികന്റെ കഴുത്തിലുണ്ടായിരുന്ന 9 പവന്റെ സ്വർണ്ണമാലയും മോഷണം പോയി. കടയിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കും പ്രതി എടുത്തുമാറ്റി. SP-യുടെ കീഴിൽ 2 DYSP-മാർ അടങ്ങുന്ന സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. വഴിതടച്ച ഒരു നല്ല അന്വേഷണം അപ്പോൾ തന്നെ SP-യുടെ നേതൃത്വത്തിൽ നല്ല ഒരു ടീമിനെ തന്നെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണിയോടെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരെത്തി വിവരങ്ങൾ ശേഖരിച്ചു. തെളിവെടുപ്പിനിടെ പത്തനംതിട്ട K9 ഡോഗ്സ് കോടതിയ നായ 400 മീറ്റർ അകലെയുള്ള ഒരു ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് മണം പിടിച്ച് കയറിപ്പോയിരുന്നു. ഇത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.